തൻ്റെ പ്രിയപ്പെട്ട സഹോദരി ജീവനറ്റതുപോലെ നിശ്ചലയായി കിടക്കുന്നത് കാണാനിടയായ മിമ ആകെ അമ്പരപ്പിലായി. മുൻപ് പലപ്പോഴും മാനസിക സംഘർഷം താങ്ങാനാവാതെ അവൾ മോഹാലസ്യപ്പെട്ട് വീണുപോകുന്നത് കാണാനിടയായിട്ടുണ്ടെങ്കിലും ഇത്രയും ഭീതിതമായ ഒരവസ്ഥ അപ്പോഴൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം മിമയെ വല്ലാതെ പരിഭ്രമിപ്പിച്ചു. അവൾ പെട്ടെന്ന് തന്നെ ലില്ലയുടെ സമീപത്തിരുന്ന് അവളുടെ ശരീരം നന്നായി തടവി ചൂടുപിടിപ്പിക്കാൻ ശ്രമിച്ചു. അവൾക്കു വേണ്ടുന്ന പ്രഥമ ശുശ്രൂഷകൾ തിടുക്കത്തിൽ നൽകി. എന്നാൽ മിമയുടെ പരിശ്രമങ്ങൾക്ക് യാതൊരു ഫലവുമുണ്ടായില്ല. ശവശരീരം കണക്കെ വിളറി വെളുത്ത് ലില്ലയുടെ ശരീരം നിശ്ചലമായി കിടക്കുകയാണ്. ആ സമയം വരെയും ലില്ലയുടെ ഹൃദയം നേരിയ തോതിൽ മിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ആ മിടിപ്പും കേൾക്കാനില്ല. ലില്ലയുടെ ശരീരത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥയെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരുന്ന മിമയാകട്ടെ ഭയവും സങ്കടവും ഒന്നിച്ച് പിടികൂടിയ അവസ്ഥയിലായിരുന്നു. അവൾക്ക് അലറി വിളിച്ച് കരയണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴത്തെ ഇത്രയും ഭയാനകമായ ഈ സാഹചര്യത്തിൽ തൻ്റെ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നത് നല്ലതല്ലെന്ന് തിരിച്ചറിഞ്ഞ അവൾ കരയാതിരിക്കാൻ നന്നായി പരിശ്രമിച്ചു. അവൾ തൻ്റെ മനോനില വീണ്ടെടുത്തു. ഈ സമയത്ത് തന്നെ മുറിയിൽ നിന്നും ലേഡി ആരബെല്ല പുറത്തേക്കെത്തിയിരുന്നു. നിലത്ത് വീണുകിടന്ന കാസ്വാൾ പതുക്കെ എഴുന്നേറ്റ് നിൽക്കുകയും വേച്ച് കാസ്ട്രാ റെഗിസ് കൊട്ടാരം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങുകയും ചെയ്തു. ആരബെല്ല അയാളെ അനുഗമിച്ചു. ഇപ്പോൾ മിമയും ലില്ലയും തനിച്ചായി. ലില്ലയെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള മിമയുടെ എല്ലാ പരിശ്രമങ്ങളും വൃഥാവിലായി. മിമ ഭയത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ആഴക്കടലിൽ അകപ്പെട്ട അവസ്ഥയിലുമായി. ഈ സമയത്ത് പ്രകൃതി ആകെ മാറിമറിയുന്നത് പോലെ മിമയ്ക്ക് അനുഭവപ്പെട്ടു. അത് സത്യമായിരുന്നു. പ്രകൃതിയുടെ മട്ടും ഭാവവും മാറാൻ തുടങ്ങി. ഒരു കൊടുങ്കാറ്റ് ആഞ്ഞു വീശുന്നതിനുള്ള സാഹചര്യം ക്രമേണ ഉരുവം കൊണ്ടു തുടങ്ങി. മിമയാകട്ടെ ഈ സമയത്ത് തൻ്റെ സഹോദരിയുടെ നിശ്ചലമായ ശരീരം അവളുടെ ചൂടുള്ള ശരീരത്തോട് ചേർത്ത് പിടിച്ച് അവളുടെ ശരീരത്തിലേക്ക് തൻ്റെ ചൂട് പകർന്നു നൽകി. എന്നിട്ടും ആശാവഹമായ മാറ്റമൊന്നും ലില്ലയിൽ സംഭവിച്ചില്ല. ലില്ലയുടെ ശരീരത്തിൽ നിന്നും ജീവൻ എന്നേക്കുമായി നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നുവെന്ന് തിരിച്ചറിഞ്ഞതോടെ മിമ അവിടെ തന്നെ തളർന്നു വീണു. നേരം സന്ധ്യയോടടുത്തിരുന്നു. എങ്ങും ഇരുളിൻ്റെ മൂടുപടം വീണു തുടങ്ങിയിരുന്നു. പ്രകൃതിയുടെ ഈ വക മാറ്റങ്ങളൊന്നും അറിയാതെ മിമ അവിടെ തന്നെ ഇരുന്നു. പ്രകൃതി പിന്നീട് ഉറഞ്ഞു തുള്ളാൻ തുടങ്ങി. കൊടുങ്കാറ്റ് ആഞ്ഞു വീശി. ഏതു നിമിഷവും പെയ്യാൻ തയ്യാറെടുത്തിട്ടെന്നവണ്ണം കറുത്ത മേഘങ്ങൾ ആകാശത്തിൻ്റെ താഴ്ന്ന വിധാനങ്ങളിൽ നിലയുറപ്പിച്ചു. ഒന്ന് കരയാൻ പോലും ആകാതെ മരവിച്ച തലച്ചോറുമായി മിമ അതേ ഇരിപ്പ് തുടർന്നു. അവൾക്ക് തോന്നിയത് താൻ അതേ ഇരിപ്പിരിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നിരവധി യുഗങ്ങൾ തന്നെ കഴിഞ്ഞിരിക്കുന്നുവെന്നായിരുന്നു. എന്നാൽ പരിസരബോധം വീണ്ടു കിട്ടിയപ്പോൾ അവൾക്ക് മനസ്സിലാക്കാനായി താൻ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട് വെറും അരമണിക്കൂർ മാത്രം കഴിഞ്ഞതേയുള്ളൂവെന്ന്. മുത്തച്ഛൻ മൈക്കൽ വാട്ട്ഫോർഡ് ഈ നേരമായിട്ടും വീട്ടിലേക്ക് എത്താതിരിക്കുന്നത് എന്താണെന്ന ചിന്തയും അവളെ ആശങ്കപ്പെടുത്തി. തൊട്ടടുത്ത് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തന്നെ വീണ്ടും വീണ്ടും ആലോചിച്ചുകൊണ്ട് അവൾ അവിടെ ലില്ലയോടൊപ്പം കഴിഞ്ഞുകൂടി. ലില്ലയുടെ വലത് കൈ അപ്പോഴും അവളുടെ ശരീരത്തിൽ ഒട്ടിച്ചേർന്നിരുന്നു. ആ കൈക്ക് നല്ല ചൂട് അപ്പോഴും അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. അതും അവളെ അത്ഭുതപ്പെടുത്തി. പെട്ടെന്നെന്തോ ആലോചിച്ചിട്ടെന്നവണ്ണം അവൾ ചാടി എഴുന്നേറ്റ് ഒരു വിളക്ക് കത്തിച്ച് ലില്ലയുടെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തി. അവളിൽ ഉറഞ്ഞുകൂടിയ പ്രതീക്ഷകൾ വീണ്ടും അസ്തമിച്ചു. ഒരിക്കലും തിരിച്ചു വരാത്തവണ്ണം തൻ്റെ പ്രിയപ്പെട്ടവൾ ഈ ലോകം വിട്ടുപോയിരിക്കുന്നുവെന്ന് അവൾക്ക് ബോധ്യമായി. വിളക്കിൻ്റെ വെളിച്ചം ലില്ലയുടെ കണ്ണുകളിലേക്ക് വീണുകിടന്നു. ആ കണ്ണുകൾ തന്നെ തുറിച്ചു നോക്കുകയാണോ എന്ന് അവൾ സംശയിച്ചു. ആ കണ്ണുകൾക്ക് തന്നോടെന്തോ പറയാനുണ്ടെന്ന് അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ തന്നോടെന്തോ ആവശ്യപ്പെടുന്നത് പോലെ. മിമ ഉടൻ തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ സഹോദരിയുടെ മരണത്തിന് കാരണക്കാരൻ മിസ്റ്റർ കാസ്വാൾ ആണെന്ന സത്യം ഇപ്പോൾ തന്നെ അയാളുടെ മുഖത്തു നോക്കി വിളിച്ചു പറയണമെന്ന് തന്നെ അവൾ നിശ്ചയിച്ചുറപ്പിച്ചു. കാസ്വാൾ മാത്രമല്ല, ഈ കൊടും ക്രൂരതയ്ക്ക് കൂട്ടുനിന്ന ലേഡി ആരബെല്ലയെ കൊണ്ടും ഇതിന് സമാധാനം പറയിപ്പിക്കുമെന്നും അവൾ തീരുമാനിച്ചു. ഇപ്രകാരം തീരുമാനങ്ങൾ എടുത്തതിന് ശേഷം മിമ വീട്ടിലെ വിളക്കുകളെല്ലാം തെളിച്ചു വെച്ചു. ലില്ലയുടെ ഭൗതിക ശരീരം തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷം വെള്ളത്തുണി കൊണ്ടത് മൂടിയിട്ടു. മതാചാരപ്രകാരം ഒരു ശവശരീരത്തോട് ചെയ്യേണ്ടുന്ന ചില കർമ്മങ്ങളെല്ലാം ചെയ്തു തൃപ്തിയായി. ഈ പണി ചെയ്തു തീർക്കുന്നതിന് വളരെ കൂടുതൽ സമയം വേണ്ടിവന്നു. അതിനുശേഷം അവൾ കാസ്ട്രാ റെഗിസ് കൊട്ടാരം ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. അവൾ കൊട്ടാരത്തിനു മുന്നിലെത്തി. അവിടെ ഗോപുരമുറിയിൽ മാത്രമാണ് ആ സമയത്ത് വിളക്ക് കത്തി നിന്നിരുന്നത്. ആ വിളക്കുകൾ അപ്രകാരം അവിടെ കത്തി നിൽക്കണമെങ്കിൽ അവിടെ മിസ്റ്റർ കാസ്വാൾ ഉണ്ടാകുമെന്ന് തന്നെ അവൾ തീർച്ചപ്പെടുത്തി. തുറന്നു കിടന്നിരുന്ന പ്രധാന വാതിലിലൂടെ അവൾ അകത്തേക്ക് പ്രവേശിച്ചു. വെളിച്ചമില്ലാത്തതിനാൽ വഴി കണ്ടുപിടിക്കാൻ നല്ല പ്രയാസമുണ്ടായിരുന്നു. ഒരുവിധം തപ്പിത്തടഞ്ഞ് ഗോവണിപ്പടികൾ കണ്ടെത്തുകയും അവിടെ നിന്നും ഇടനാഴിയിലൂടെ ഗോപുരവാതിക്കലേക്ക് നടക്കുകയും ചെയ്തു. ഗോപുരമുറിക്കുള്ളിൽ അസ്വസ്ഥനായി കാസ്വാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് തുറന്നു കിടന്ന വാതിലിനുള്ളിലൂടെ അവൾ നേരത്തെ തന്നെ കണ്ടിരുന്നു. യാതൊരു മുന്നറിയിപ്പും നൽകാതെ, അനുവാദം പോലും ചോദിക്കാതെ തൻ്റെ മുറിയിലേക്ക് കടന്നു കയറിയ മിമയെ കണ്ട് കാസ്വാൾ ആദ്യമൊന്ന് അമ്പരന്നുപോയി.
അയാൾ അവളെ രൂക്ഷമായി നോക്കി. എന്നാൽ അവളാകട്ടെ യാതൊന്നും സംസാരിക്കാതെ അതേ നിൽപ്പ് തന്നെ തുടർന്നു. അവളുടെ കണ്ണുകൾ കാസ്വാളിനെ കീറിമുറിച്ചുകൊണ്ടിരുന്നു. അസുഖകരമായ നിമിഷങ്ങൾ കടന്നുപോയി. രണ്ടുപേരുടെയും പരസ്പരമുള്ള തുറിച്ചുനോട്ടം ഏറെ നേരം നീണ്ടുപോവുകയും ചെയ്തു. അവസാനം മിമ തന്നെ ആ അസുഖകരമായ മൗനം വെടിഞ്ഞു. നിങ്ങളൊരു കൊലയാളിയാണ്, എൻ്റെ സഹോദരി ലില്ലയുടെ കൊലയാളി. എന്ത്, ലില്ല മരിച്ചെന്നോ? എപ്പോഴാണത് സംഭവിച്ചത്? അപ്പോൾ നിങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലെന്ന് നടിക്കുകയാണ് അല്ലേ? അവൾ മരിച്ചത് നിങ്ങൾ അവിടെ നിന്നും മടങ്ങിയ ഉടൻ തന്നെയാണ്. നിങ്ങൾ പറയുന്നത് സത്യമാണോ? അതെ, അത് തികച്ചും സത്യം തന്നെയാണ്. അക്കാര്യം നിങ്ങൾക്കും ഉറപ്പുള്ളതാണ്. കാരണം അവളുടെ കൊലയാളി നിങ്ങൾ തന്നെയാണല്ലോ. നീ എന്താണ് പറഞ്ഞത്? ഞാൻ അവളെ കൊലപ്പെടുത്തിയെന്നോ? നീ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എല്ലാ കാര്യവും ദൈവത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യം നിങ്ങൾക്കും നല്ല ബോധ്യമുണ്ടാവണം. മെഴ്സി ഫാമിൽ മറ്റാരുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് നിങ്ങൾ അവിടേക്ക് കടന്നു ചെന്നത്. അത് അവളെ കൊലപ്പെടുത്താൻ മാത്രമായിരുന്നു. ആ ദുഷ്ടയായ സ്ത്രീ ലേഡി ആരബെല്ല നിങ്ങൾക്ക് അതിനായി കൂട്ടുനിൽക്കുകയും ചെയ്തു. എടീ വെങ്കച്ചേ, നീ സൂക്ഷിച്ചു സംസാരിക്കണം. നീ നടത്തുന്ന ഈ അസംബന്ധ ഭാഷണത്തിൻ്റെ ഭവിഷ്യത്തുകളെക്കുറിച്ചുകൂടി നീ നന്നായി ഓർത്തിരിക്കുന്നത് നല്ലതാണ്. കാസ്വാൾ കോപം കൊണ്ട് ജ്വലിക്കാൻ തുടങ്ങിയിരുന്നു. ഭവിഷ്യത്തുകൾ, അതെല്ലാം ഞങ്ങൾ കുറച്ചു നാളുകളായി അനുഭവിക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്തനുഭവിക്കാൻ? നിങ്ങളും ആ സ്ത്രീയും ചേർന്ന് എന്തെല്ലാം ദുഷ്ടതകളാണ് കാണിച്ചത്. നിങ്ങളുടെ ക്രൂരത നിറഞ്ഞ ചെയ്തികളാണ് എൻ്റെ സഹോദരിയുടെ മരണത്തിന് കാരണം. അവളെ നിങ്ങൾ കൊല്ലുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടത് നിങ്ങളും നിങ്ങളുടെ ആ നശിച്ച കൂട്ടാളിയായ സ്ത്രീയുമാണ്. മിമ രോഷം കൊണ്ട് ജ്വലിക്കുകയായിരുന്നു. നീ വീണ്ടും ഓർത്തുകൊള്ളുക, നിന്റെ വായിൽ നിന്നും പുറത്തേക്ക് വമിക്കുന്ന വാക്കുകളുടെ ഭവിഷ്യത്തുകൾ നീ അനുഭവിക്കും. അക്കാര്യം ഞാൻ തന്നെ നിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് വിളിച്ചു പറയുന്നതിന് ഞാൻ എന്തിനാണ് നിങ്ങളെ ഭയക്കുന്നത്? നിങ്ങളെയോ നിങ്ങളുടെ പങ്കാളിയായ ആ ദുഷ്ടസ്ത്രീയെയോ ഞാൻ ഒട്ടും ഭയക്കുന്നില്ല. ഞാൻ നടത്തിയ ആരോപണങ്ങളിൽ തന്നെ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ നീതിയിലാണ്. എന്നാൽ നിങ്ങളാകട്ടെ ദൈവത്തെ അംഗീകരിക്കുന്നില്ല. നിങ്ങളുടെ ദൈവം ഈ പ്രകൃതിയിലെ പക്ഷികളെയും മറ്റ് ജീവികളെയും ഭയപ്പെടുത്തുന്ന ആ ഭ്രാന്തൻ പട്ടമാണെന്ന് എനിക്ക് നിശ്ചയമായും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾ മറന്നുപോയ ഒരു സത്യം അപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന കാര്യം ഓർക്കണം. സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങൾ ദുഷ്ടശക്തികളുടെ മേൽ ഒരു അശനിപാതം പോലെ വന്നു ഭവിക്കുന്ന ഒരു ദിനമുണ്ട്. ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം. ആ കണക്ക് പുസ്തകം ദുഷ്ടരുടെ പേരുകൾ മാത്രമുള്ള ഒന്നാണെന്നും ഓർക്കണം. ഇപ്പോഴും നിങ്ങൾക്ക് സമയം ബാക്കിയുണ്ട്. ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ചോർത്ത് പശ്ചാത്തപിക്കാൻ ഇപ്പോഴും നിങ്ങൾക്ക് അവസരമുണ്ട്. ഇല്ലെങ്കിൽ എല്ലാ കണക്കുകളും അക്ഷരം പ്രതി രേഖപ്പെടുത്തി വയ്ക്കുന്ന ദൈവത്തിൻ്റെ മാലാകമാർ നിങ്ങളെ നരകക്കുഴിയിലേക്ക് വലിച്ചെറിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ലില്ലയുടെ പെട്ടെന്നുള്ള മരണം അവരുടെ സുഹൃത്തുക്കളെയെല്ലാം ദുഃഖിതരാക്കി. ആദവും സർ നദാനിയലുമെല്ലാം അഗാധമായ വേദനയിലൂടെയാണ് ദിവസങ്ങൾ തള്ളി നീക്കിയത്. വെള്ളസർപ്പത്തിനെ നേരിടാനുള്ള സമയം സമാഗതമായിരിക്കുന്നുവെന്ന് സർ നദാനിയലിന് തോന്നിത്തുടങ്ങിയിരുന്നു. ആദമാകട്ടെ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ അവളുടെ അച്ഛന് സമീപത്താക്കിയിട്ട് തൻ്റെ പ്രവൃത്തികളിലേക്ക് തിരിച്ചെത്തി. മണൽച്ചാക്കുകളും വെടിമരുന്നുകളും പാതാളക്കിണറിൽ നിറയ്ക്കുന്ന ജോലികൾ തകൃതിയായി തന്നെ ചെയ്തു തുടങ്ങി. നിരവധി തൊഴിലാളികൾ ഈ പണിയിൽ പകലും രാത്രിയും ഏർപ്പെട്ടു. സ്ഫോടനം നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. സർ നദാനിയലും സദാസമയവും ആദത്തിനൊപ്പം ഉണ്ടായിരുന്നു. അവർ ഇപ്പോൾ താമസിക്കുന്നത് ലെസർ ഹില്ലിൽ മിസ്റ്റർ റിച്ചാർഡ് സാൾട്ടനോടൊപ്പമാണ്. ഓരോ പ്രവൃത്തികളിലും ആദം ശ്രദ്ധാപൂർവം ഇടപെടുകയും സന്തോഷത്തോടെ തന്നെ ഓരോന്നും ചെയ്തു തീർക്കുകയും ചെയ്തു. ഡൂം ടവറിൽ താമസമാക്കിയിരുന്ന സമയം മുതൽ മിമയെ വേട്ടയാടിയിരുന്നത് ഡയാനാസ്ഗ്രവും അവിടുത്തെ ഭീകരസർപ്പത്തെക്കുറിച്ചുള്ള ചിന്തകളും മാത്രമായിരുന്നു. ആദ്യ നാളുകളിൽ ഈ വക ചിന്തകൾ അവളെ വല്ലാതെ ഭയപ്പെടുത്തിയെങ്കിലും ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. വെള്ളസർപ്പത്തെ അവളിപ്പോൾ അശേഷം ഭയപ്പെടുന്നില്ല. ലില്ലിയുടെ മരണത്തിൻ്റെ യഥാർത്ഥ കാരണക്കാരി ലേഡി ആരബെല്ലയാണെന്ന് അവൾ ഉറപ്പായും വിശ്വസിച്ചിരുന്നു. ഒരു വൈകുന്നേരം മിമ തൻ്റെ സ്വകാര്യ മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ നീണ്ടുമെലിഞ്ഞ ഒരു വെളുത്ത രൂപം ഗ്രാമീണ പാതയിലൂടെ തിടുക്കത്തിൽ മുന്നോട്ട് നടക്കുന്നത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ലേഡി ആരബെല്ലയാണെന്ന് മനസ്സിലാക്കിയ നിമിഷം തന്നെ മിമ ജനൽക്കട്ടന് മറഞ്ഞു നിന്നുകൊണ്ട് അവരുടെ നീക്കങ്ങൾ ശ്രദ്ധിച്ചു. ലേഡി ആരബെല്ല നടക്കുമ്പോൾ ഇരുവശത്തേക്കും പ്രതീക്ഷയോടെ എന്തോ തിരയുന്നുണ്ടായിരുന്നു. അവർ എന്തോ ഗൂഢലക്ഷ്യത്തോട് തന്നെയാണ് നടക്കുന്നതെന്ന് മിമയ്ക്ക് മനസ്സിലായി. അങ്ങനെയെങ്കിൽ അവരുടെ നീക്കങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണമെന്ന് മിമ തീരുമാനിച്ചു. മിമ വളരെ പെട്ടെന്ന് തന്നെ ഒരു കറുത്ത തൊപ്പിയും അതേ നിറത്തിൽ തന്നെയുള്ള ഫ്രോക്കും ധരിച്ചുകൊണ്ട് ഗോവണിപ്പടി ചാടിയിറങ്ങി റോഡിലെത്തി. അവൾ ഗ്രാമപാതയിലേക്ക് എത്തിയപ്പോഴേക്കും ആരബെല്ല കുറേ ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞിരുന്നു. എങ്കിലും വെളുത്തു മെലിഞ്ഞ ആ രൂപം വൃക്ഷങ്ങൾക്കിടയിലൂടെ നടന്നു നീങ്ങുന്നത് അവ്യക്തമായിട്ടാണെങ്കിലും മിമയ്ക്കത് കാണാനാകുന്നുണ്ടായിരുന്നു. മിമ അവരെ ശ്രദ്ധാപൂർവം പിന്തുടർന്നു. വൃക്ഷങ്ങളുടെയും കുറ്റിച്ചെടികളുടെയും മറപറ്റി അവരുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ അവൾ നന്നായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ലേഡി ആരബെല്ലയുടെ കാഴ്ചയുടെ പരിധിയിലേക്ക് എത്താതിരിക്കാനും അവൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു.
ലേഡി ആരബെല്ലയുടെ ലക്ഷ്യം കാസ്ട്രാറഗീസ് കൊട്ടാരം തന്നെയാണെന്ന് മിമ മനസ്സിലാക്കി. ആരബെല്ലയെ പിന്തുടരുന്നതിനിടയിൽ തന്നെ ആ വെളുത്ത രൂപം പെട്ടെന്ന് അവളുടെ കാഴ്ചയുടെ പരിധിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയും ചെയ്തു. അവർ എവിടേക്കാണ് മറഞ്ഞതെന്ന് മിമയ്ക്കൊരു പിടിയും കിട്ടിയില്ല. അവൾ സാവധാനം നടന്ന് കൊട്ടാരത്തിന്റെ ഗേറ്റ് വരെ എത്തി. തുടർന്ന് ഗേറ്റ് തള്ളി തുറന്ന് കൊട്ടാരവളപ്പിലേക്ക് പ്രവേശിച്ചു. കൊട്ടാരത്തിലെ ഗോപുരമുറിയുടെ ജനാല തുറന്നു കിടക്കുകയാണ്. അവിടെ നിന്നും മങ്ങിയ വെളിച്ചം പുറത്തേക്ക് പ്രവഹിക്കുന്നുമുണ്ട്. എന്നാൽ ലേഡി ആരബെല്ലയുടെ സാന്നിധ്യം അവിടെയെങ്ങും കണ്ടെത്താനും കഴിഞ്ഞില്ല. മിമ സാൾട്ടനാണ് യഥാർത്ഥത്തിൽ തെറ്റുപറ്റിയത്. മിമ തന്നെ പിന്തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ ലേഡി ആരബെല്ല തന്ത്രപൂർവ്വം പിന്നിലേക്ക് ഒളിക്കുകയും അവർ മിമയുടെ നീക്കങ്ങളെ സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് പിന്നിലൂടെ വൃക്ഷങ്ങളുടെ മറപറ്റി നടക്കുന്നുമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ വേട്ടക്കാരൻ തന്നെ വേട്ടയാടപ്പെടുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് ഉടലെടുത്തത്. കാസ്ട്രാറഗീസ് കൊട്ടാരത്തിനടുത്തുവരെ മിമയെ അവൾ കാണാതെ പിന്തുടരുകയെന്നത് ലേഡി ആരബെല്ലയെ സംബന്ധിച്ചിടത്തോളം അല്പം കഠിനമായ പണി തന്നെയായിരുന്നു. ഏതാണ്ട് ഒരേ സമയത്ത് തന്നെയാണ് രണ്ടുപേരും കാസ്ട്രാറഗീസ് കൊട്ടാരവളപ്പിലേക്ക് എത്തിയതെന്ന് പറയാനാവും. കാസ്ട്രാറഗീസ് കൊട്ടാരത്തിലെ ഗോവണിപ്പടികൾ ചവിട്ടി മിമ മുകളിലേക്ക് കയറുമ്പോഴും ലേഡി ആരബെല്ല അവളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. മിമ തൻ്റെ ഓരോ കാലുകളും മുന്നോട്ടെടുത്തു വെച്ചത് താൻ ആരബെല്ലയുടെ പിന്നിലാണെന്ന പൂർണ്ണ വിശ്വാസത്തിലായിരുന്നു. അവർ രണ്ടുപേരും അങ്ങനെ ഗോപുരമുറിയോട് ചേർന്നുള്ള ചെറിയ മുറിയിൽ എത്തിച്ചേർന്നു. ലേഡി ആരബെല്ല താൻ എത്തുന്നതിന് മുമ്പ് തന്നെ കടന്നുപോയിട്ടുണ്ടാകുമെന്ന് മിമ ചിന്തിച്ചു. ഈ സമയത്ത് മിസ്റ്റർ എഡ്ഗാർ കാസ്വാൾ ആകട്ടെ തൻ്റെ മുറിയിൽ ദീർഘമായ ചിന്തയിൽ ആണ്ടിരിക്കുകയായിരുന്നു. അയാളുടെ മുഖം ഉറവ പറ്റിയ നദി പോലെ മ്ലാനമായിരുന്നു. ലില്ലയുടെ അകാല മരണം, അതിന് താനാണ് കാരണക്കാരനെന്ന മിമയുടെ ആരോപണം, ഇതെല്ലാം കൂടി ഒരുതരം നൈരാശ്യത്തിലേക്കാണ് കാസ്വാളിനെ കൊണ്ടെത്തിച്ചത്. തൻ്റെ സകല ബോധതലവും മറന്നുകൊണ്ട് തികച്ചും നിസ്സംഗനായിട്ടാണ് അയാൾ ആ മുറിയിലിരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തുള്ള യാതൊരു ശബ്ദവും അയാളുടെ ചെവിയിലേക്ക് എത്തിയില്ല. തുറന്നു കിടന്ന വാതിലിന് സമീപം എത്തിയ മിമയാകട്ടെ സാവധാനത്തിൽ വാതുക്കൽ തട്ടി. ആ ശബ്ദം വളരെ നേർത്തതായിരുന്നതിനാൽ കാസ്വാളിനെ ഉണർത്താൻ മാത്രം പര്യാപ്തമായിരുന്നില്ല. അനുവാദത്തിന് കാത്തു നിൽക്കാതെ തന്നെ അവൾ ധൈര്യപൂർവ്വം അകത്തേക്ക് പ്രവേശിച്ചു. ഈ സമയത്ത് അവളുടെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള ഒരു ബലഹീനതയും ഭയവും അവളെ വരിഞ്ഞു മുറുക്കാൻ തുടങ്ങിയിരുന്നു.